ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യം ബിസിനസ് ചാനലിനെ സ്വാഗതം ചെയ്യുന്നു. ഇത് മാർക്കറ്റ് ന്യൂസ് കിടക്കാം. കഴിഞ്ഞ 2 ദിവസമായിട്ട് ന്യൂസ് ഇടാൻ പറ്റില്ല, ചില സാങ്കേതിക കാരണങ്ങളുണ്ടായിരുന്നു. നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,005 140 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി ബാങ്ക് 490 പോയിൻറ്റ്സ് ഉയർന്ന് 58,033 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ് 211 പോയിൻറ്റ്സ് ഉയർന്ന് 62,008 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് എന്ന് 67 പോയിൻറ്റ്സ് ഉയർന്ന് 18,931 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 13.24 സെൻസെക്സ് 443 പോയിൻറ്റ്സ് ഉയർന്ന് 76,922 ക്ലോസ് ചെയ്തു. ഇന്നത്തെ DII FI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DIയുടെ ഭാഗത്തു നിന്ന് നെറ്റ് ബൈയിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 3,159 കോടി നെറ്റ് ബൈയിങ് ആയിരുന്നു DIയുടെ ഭാഗത്തു നിന്ന് നടന്നത്. FIയുടെ ഭാഗത്തു നിന്ന് 1,140 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആയിരുന്നു ഇന്ന് നടന്നത്. ഈ ആഴ്ച നിഫ്റ്റിയുടെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 23,946 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 23,865 ക്ലോസ് ചെയ്തു. വെനസ്ഡേ ഇന്ന് 24,005 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച ആകെ 50 പോയിൻറ്റ്സിൻ്റെ കുറവാണ് നിഫ്റ്റിയിലുണ്ടായത്. 0.21% ഫോള് കണ്ടു. നിഫ്റ്റി 50 ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 26,129 നിഫ്റ്റി ഇന്ന് 24,004 നിൽക്കുമ്പോൾ 8.13% ലോസ് ആണ് ഈ വർഷം നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ലാസ്റ്റ് 12 മന്ത്സ് മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 31 ജൂലൈ 2025 24,768 നിഫ്റ്റി ഇന്ന് 24,005 നിൽക്കുമ്പോൾ 3.64% ലോസാണ് കഴിഞ്ഞ 12 മാസമായിട്ട് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,647 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,354 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ സെക്ടർ വൈസ് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി IT, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി ഫാർമ എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അത് നിഫ്റ്റി റിയാലിറ്റി 3.5% നല്ലൊരു റാലി നടത്തി. നിഫ്റ്റി ഓട്ടോ എന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 26,783 303 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി എനർജി 24 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 39,764 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 243 പോയിൻറ്റ്സ് ഉയർന്ന് 26,797 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 1,012 പോയിൻറ്റ്സ് ഉയർന്ന് 49,806 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ 78 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 16,060 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 49 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 9,442 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 529 പോയിൻറ്റ് കുറഞ്ഞ് 25,769 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 30 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി 1,509 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 124 പോയിൻറ്റ്സ് കുറഞ്ഞ് 12,394 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 53 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 11,084 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 143 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 25,182 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 83 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 8,576 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി 29 പോയിൻറ്റ്സ് ഉയർന്ന് 859 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റേണൽ 5.71% റാലി നടത്തി. അദാനി എൻ്റർപ്രൈസ് 3.54%, നെസ്ലെ ഇന്ത്യ 3.46%, ഏഷ്യൻ പെയിൻറ്റ്സ് 3.06%, HUL 3.01%, അദാനി പോർട്സ് 2.10%, കോട്ടക് മഹീന്ദ്ര 2.09%, SBI 2%, M&M 1.99% ആൻഡ് മാരുതി സുസുക്കി 1.98% റാലി നടത്തി. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ HCL ടെക് 3.51% ഫോളോ കണ്ടു. ടെക് മഹീന്ദ്ര 3.03% ഫോളോ നടത്തി. TCS 2.41%, ഹിൻഡാൽകോ 1.77%, ടാറ്റ സ്റ്റീൽ 1.54%, ഇൻഫോസിസ് 1.51%, ഡോക്ടർ റെഡ്ഡി 1.27%, TMPV 1.25%, L&T 1.23% ആൻഡ് HDFC ലൈഫ് 1.02% ഫോളോ കണ്ടു. ഇതൊരു ബയോ സെല്ലർ റെക്കമെൻഡേഷൻ അല്ല.
ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ USA ജോബ്ലെസ് ക്ലെയിംസ് ഡേറ്റ വരുന്നുണ്ട് 2 ജൂലൈക്ക്. അതുപോലെ തന്നെ USA S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI ഡേറ്റ നാളെ വരുന്നുണ്ട്. ഇന്ത്യയിൽ S&P ഗ്ലോബൽ സർവീസസ് PMI ഡേറ്റ നാളെ വരുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ പ്രധാന ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സ് നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.